ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ചിക്കൻ കബാലിയത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. റൈസും ചിക്കനും സെപ്പറേറ്റായി ഉണ്ടാക്കിയതിന് ശേഷം മിക്സാക്കി കഴിക്കുന്ന ഈ ഒരു റൈസ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. 1 കിലോ ബസുമതി റൈസ് വെച്ചാണ് ചിക്കൻ കബാലിയത്ത് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാലും ഞാനിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് പകരം നമുക്കിവിടെ ബട്ടറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 3 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ വഴറ്റിയെടുത്താൽ മതിയാവും. ഇവിടെ ഇപ്പോൾ സവാള ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കിതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമുക്കിവിടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഈ ഒരു മസാലയിലേക്ക് നമ്മൾ എരിവിനായിട്ട് പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ കൂടെ ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് 1.25 ടേബിൾ സ്പൂൺ അറബിക് മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കണം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നാലും നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് നന്നായി മിക്സാക്കി എടുക്കണം. വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ കുക്കായി വരുന്ന സമയത്ത് ചിക്കനിലെ വെള്ളം പാനിലേക്ക് ഇറങ്ങി വരും. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ കുക്കാവാൻ ആവശ്യത്തിനുള്ള വെള്ളം കുറവായതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും തുറന്നു നോക്കാം. ചിക്കൻ ഇവിടെ ഏകദേശം ഒരു 1/4 ഭാഗം വരെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 ക്യാരറ്റ് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തതിന് ശേഷം 2 മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്നും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കൻ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി നമുക്കിത് തുറന്നു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയോടെ തന്നെ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതിലെ ഗ്രേവി കുറച്ചെടുത്ത് നമുക്ക് റൈസിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നാൽ ഞാനിതിലേക്ക് 8-10 ഏലക്കായും 1 ടീസ്പൂൺ ഗ്രാമ്പുവും 4-5 പീസ് കറുകപ്പട്ടയും 4 ബേ ലീഫും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. 4 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് 7 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സ്മോക്ക് കൊടുക്കുകയോ ദം ചെയ്യുകയോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് റൈസ് കറക്റ്റായിട്ട് കുക്കായി കിട്ടാനായിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ കറക്റ്റ് ആവുന്ന രീതിയിൽ വേണം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുക്കുകയാണ്. അറബിക് മസാലയുടെ കൂടെ നമുക്കിതിലേക്ക് ഒരു ചിക്കൻ ക്യൂബും ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കേണ്ടത്. റൈസ് സോക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു 3/4 മണിക്കൂർ വരെ നമുക്കിത് വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇവിടെ ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. റൈസ് ഒന്നും പൊടിഞ്ഞു പോവാതെ ഈ രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയതിനു ശേഷം ഞാനിതൊന്ന് തുറന്നു നോക്കിയാണ്. ഇവിടെ ഇപ്പോൾ റൈസ് കറക്റ്റായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിക്കൻ്റെ ഗ്രേവി ചേർത്ത് കൊടുക്കണം. ഒരു 4-5 ടേബിൾ സ്പൂൺ ചിക്കൻ്റെ ഗ്രേവി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഗ്രേവി ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. മിക്സ് ആക്കി എടുത്തതിന് ശേഷം അടിയിലെ തീയെല്ലാം ഒഴിവാക്കി ഒരു 10 മിനിറ്റ് നേരം ചെറിയ ചൂടിൽ അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് ആയാലും നമുക്കിത് തുറന്നു നോക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കാം. റൈസ് എല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ചിക്കൻ കബാലിയത്ത് എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജി. താങ്ക് യു.